ഗൈസ്, മോർണിംഗ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഡിസ്നിലാൻഡിൽ പോയി വന്ന് ഫ്രഷായി നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങി. നമ്മൾ 4:10 നമ്മൾ ഊബർ എടുത്ത് എയർപോർട്ടിൽ വന്നു. ഇത് മെയിൻ എയർപോർട്ടല്ല, ചെറിയ വേറെ എയർപോർട്ടാണ്. ഇവിടെ നോക്കും, ചെറിയ വേറെ എയർപോർട്ടാണ്. അപ്പോൾ നമ്മളിവിടെ വന്നു. നമുക്ക് ഇവിടെ നിന്ന് 7:10 ഫ്ലൈറ്റ്. ഇപ്പോൾ 6:15. ഇപ്പോൾ ഗേറ്റ് കാണിക്കും. കുറച്ച് നമ്മൾ ഗേറ്റിനടുത്ത് പോകും. നമ്മൾ പോകുന്നത് സ്പെയിനിലോട്ടാണ്. നമ്മൾ കൊല്ലൻ്റെ ശേഷം വന്നിട്ടുണ്ട്. അപ്പോൾ സ്പെയിനിലേക്കാണ് പോകുന്നത്. നമ്മളവിടെ ഒരു 8:45 ആകുമ്പോഴത്തേക്കും നമ്മളവിടെ സ്റ്റേ എടുത്തിട്ടുണ്ട്. ബാക്കി ഒട്ടും വയ്യ, കാരണം ഈ 24 തൊട്ട് ഫുൾ കറക്കമാണ്. പിന്നെ സ്റ്റേ ഉണ്ടായിരുന്ന റൂമിൽ ഫാൻ ഉണ്ടായിരുന്നില്ല. അവിടെ ഭയങ്കര ചൂടാണ്. അപ്പോൾ അങ്ങനെ ഉറങ്ങാൻ പറ്റിയില്ല. എന്നാലും ഉറങ്ങാൻ പറ്റിയില്ല. മിന്നാന്ന് ഉറങ്ങാൻ പറ്റിയില്ല. ഭയങ്കര ടയേർഡാണ്. ഇപ്പോൾ ഇപ്പോഴാണെങ്കിൽ പേപ്പറില്ല, അപ്പോൾ ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്നത്തെ സ്പെയിനിൽ ഫുള്ള് കിടന്ന് ഉറക്കായിരിക്കും. നാളെ തൊട്ടൊക്കെ കറങ്ങുന്നുണ്ടാവും. നമ്മളൊരു 2-3 ദിവസം അവിടെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് വരും വീഡിയോകളിൽ കാണാം. നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഇപ്പോൾ ബോർഡ് ചെയ്യാൻ പോകും. വയ്യ, ടയർഡ. ഇന്നലത്തെയും മിഞ്ഞാന്നത്തെയും എല്ലാ പരിപാടികളും കൂടെ ഇനി സ്പെയിനിൽ പോയിട്ട് വേണം സ്റ്റഡി ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റിലാണ്. നമ്മൾ കുറച്ച് ഒരു 10-15 മിനിറ്റ് മുന്നേ നമ്മളിവിടെ സ്റ്റേയിലെത്തി. ഇനി എന്താ പറയുക, 4 മണിക്കാണ് ചെക്കിങ്. പക്ഷേ എന്താ പറയുക, ലൈക്ക് മുമ്പ് നിൽക്കുന്ന ആൾക്കാർ ചെക്കൗട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ അടുത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവർ ചെക്കൗട്ട് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ കയറാമെന്നാണ്. അപ്പോൾ നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളത് കഴിക്കാൻ വേണ്ടി വന്നേക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ എല്ലാം ഉണ്ട്. ലൈക്ക് ഒരു സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. അവിടെ തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, പൂളുണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പല സംഭവങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് എന്താ പറയുക, ഇവിടേക്ക് ഒന്ന് ചുറ്റി സഞ്ചരിച്ച് കാണാം. പിന്നെ കുറച്ച് ഒന്ന് നടന്നു കഴിഞ്ഞാൽ നേരെ ബീച്ചാണ്. നമുക്ക് ഫുഡ് കഴിക്കാം. നമ്മൾ ഇവിടെ വന്ന് ബീച്ചിൽ പോയായിരുന്നു. കാരണം നമ്മുടെ റൂം റെഡി ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ബീച്ചിൽ പോയി തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ വീണ്ടും റൂമിൻ്റെ സംഭവം ചോദിച്ചിട്ടുണ്ട്. റെഡി എന്ന് പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ നമ്മൾ റൂമിൽ പോകും, കിടന്നുറങ്ങും. 3 ദിവസത്തെ ഉറക്കം നമുക്ക് ഇന്ന് ഉറങ്ങി തീർക്കണം. നമുക്ക് ഫ്രാൻസിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ അധികം ചൂടില്ല. കുറച്ച് സമാധാനപരമായൊരു ക്ലൈമറ്റാണ്. ഞങ്ങൾ ഉറങ്ങിയൊക്കെ കഴിഞ്ഞ് എണീറ്റു. എന്താ പറയുക, അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്തു. ഇവിടെ തന്നെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് റെഡി ടു ഈറ്റ് ഫുഡ് കിട്ടും. അപ്പോൾ എന്താ പറയുക, അവനിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് കഴിക്കാം. അതെടുത്തിട്ട് നമ്മൾ നമ്മുടെ ടെൻറ്റിൽ പോവാണ്. നമുക്ക് അവിടെ നമുക്ക് പ്ലേറ്റും എല്ലാ സാധനങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കഴിക്കാം. ഇപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്ത് വന്നേക്കാം. ഇപ്പോൾ രാത്രി 8 മണി കഴിഞ്ഞു. നല്ല കഴിച്ചില്ലേ, സൂര്യനൊക്കെ വെച്ച് നിൽക്കണ്ടേ. ഇതൊരു പള്ളിയാണ്. നമുക്ക് നാളെ ഇങ്ങോട്ട് വരാം. നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുന്നു. നമ്മൾ പറഞ്ഞില്ലേ, നമ്മളിവിടെ ഭയങ്കര റെസ്റ്റ്, കാം ആൻഡ് പീസ് വൈബാണ്. കാരണം നമ്മൾ പാരീസിൽ കുറേ ഓടിപ്പടഞ്ഞ് നടന്നു. നമ്മൾ എല്ലാം പയ്യാണ് ചെയ്യും.
ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ എണീറ്റ് ഫ്രഷായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കാണ്. ഇവിടെ ഒരു ബഫേ പോലെയാണ്, നമുക്ക് ഇഷ്ടമുള്ള എടുത്തിട്ട് ബാക്കി പേ ചെയ്താൽ മതി. പക്ഷേ കമ്പാരിറ്റീവ്ലി വേറെ സ്ഥലങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ബഫേ അങ്ങനത്തെ കാര്യങ്ങളുള്ളതിനേക്കാളും കുറച്ചുകൂടെ റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ് ഇവിടെ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം. നമ്മൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ നമ്മുടെ റൂമിൽ മീൻസ് ടെൻറ്റിൽ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല, കാരണം ഇവിടെ മഴക്കാറുണ്ട്. അതുകൊണ്ട് നല്ല മഴയല്ല, ചെറിയ മഴകളുണ്ടായിരുന്നു. മഴ തോളുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ എങ്ങോട്ടും പോയില്ല. ഇപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ ടെൻറ്റിൽ നമ്മൾ റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കയാക്കിങ്ങിന് പോകും. അതൊരു 5 മണിക്കാണ്, നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കാൻ പോവാം. ഇതാണ് നമ്മുടെ ഈ ടെൻറ്റ് കണ്ടു. പക്ഷെ നല്ല രസമാട്ടോ, നല്ല തണുത്ത കാറ്റും. ഹലോ ഗൈസ്, ഇന്നലെ ഞാനധികം വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ചെറിയൊരു സ്ഥലത്താണ്. അവിടെ നിന്ന് നമ്മളൊരു ഫെറി എടുത്തിട്ട് നമ്മൾ സാന്റാൻഡർ എന്ന് പറഞ്ഞൊരു സിറ്റിയിലേക്ക് നമ്മൾ പോകണം. അവിടെയാണ് മെയിനായിട്ട് കാണാനുള്ളത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഈ ബീച്ച് ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് അധികം സ്ഥലങ്ങളൊന്നുമില്ല. ഈവൻ പബ്ലിക് ട്രാൻസ്പോർട്ട് പോലും ഇല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അപ്പോൾ നമ്മൾ കുറച്ച് നടന്നിട്ട് ഒരു ഫെറി ഉണ്ട്. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ സിറ്റിയിൽ പോകും. അവിടെയാണ് കുറച്ച് കാണാനും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ ഇന്ന് പോവാണ് അങ്ങോട്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകാൻ നടന്നുകൊണ്ടിരിക്കാം. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ കുറഞ്ഞതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായി. പിന്നെ ഇന്നലെയും മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഇവിടെ തന്നെയായിരുന്നു. ഇവിടെ അധികം സ്ഥലങ്ങളൊന്നും അങ്ങനെ കാണാനില്ല. ഇവിടെ ചേർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ പോയി ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങോട്ട് നമ്മൾ ഫുഡിൽ സാന്റാൻഡർ സിറ്റിയിലെത്തി. നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും. 2:30 സമയം നല്ല വിശക്കുന്നുണ്ട്. ഇതാണ് ശരിക്കും സിറ്റി. നമ്മൾ നിൽക്കുന്നത് ചെറിയൊരു വില്ലേജിലാണ്. ഇവിടെ വന്നപ്പോഴാണ് നമ്മൾ ശരിക്കും സ്പെയിൻ്റെ ബ്യൂട്ടി മനസ്സിലായത്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഇവിടുത്തെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കാം. ഞാനധികം വീഡിയോസ് ഇതിലെടുത്തില്ല. ഒന്നാമത് ഇത് ബീച്ച് സൈഡാണ്. അപ്പം ഞാനിങ്ങനെ ബീച്ചിക്കും അങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊന്നും പോകുമ്പോൾ അങ്ങനെ ഫോൺ എടുക്കലില്ല. അതുകൊണ്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും അങ്ങനെ എടുത്തില്ല. അപ്പോൾ ഇന്നാണ് ലാസ്റ്റ് ഡേ. നേരത്തെ എണീറ്റ് നമുക്ക് 10:15 സെക്യൂരിറ്റി ഇട്ടിട്ട് നമുക്ക് പോകണം. കുറച്ച് ദൂരം പോകാനുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, നേരത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. നമ്മൾ ഫെറിയിലൂടെ വന്നു. ഇനി നമുക്ക് ഊബർ എടുത്തിട്ട് നമുക്ക് എയർപോർട്ടിൽ പോകണം. അവിടെ നമുക്ക് 3:15 ഫ്ലൈറ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 5:45 ആകുമ്പോൾ പാരീസിലെത്തും. അവിടെ നമ്മൾ ട്രെയിൻ എടുത്തിട്ട് തുവയിലും. നമ്മളിപ്പോൾ എയർപോർട്ടിലെത്തി. ഇനി നമുക്ക് സമയമുണ്ട്. നമുക്ക് 3:15 ഫ്ലൈറ്റ്. ഡൊമസ്റ്റിക് ആയതുകൊണ്ട് നമ്മൾ 2 മണിക്കൂർ മുന്നേ എത്തിയാൽ മതി. ഇപ്പം നമുക്ക് 3.5 മണിക്കൂർ മുന്നേ എത്തി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കണമെന്ന് അറിയില്ല. നമ്മൾ ചെറിയ നോക്കാം. കളക്ഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാം. കഴിച്ചിട്ട്
കാണിച്ചു തരാം. നമ്മളിപ്പോൾ കാൽഗലീസിലെത്തി. ഇനി ഇവിടുന്ന് ഒരു 10-15 മിനിറ്റ് നമുക്ക് ട്രെയിൻ ഉണ്ട്. പിന്നെ ആ ട്രെയിൻ എടുത്തിട്ട് നമ്മൾ തുയിൽ പോകുന്നു. പിന്നെ അത്രേ ഉള്ളൂ. ഞാൻ അധികം വീഡിയോ ഇതിൽ മെയിനായിട്ട് എടുത്തല്ലോ. മെയിനായിട്ട് നമ്മൾ സ്പെയിനിൽ ഉദ്ദേശിച്ചൊരു സ്റ്റേക്കേഷൻ അല്ലെങ്കിൽ ഒരു റെസ്റ്റ് വൈബ് അങ്ങനത്തെ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ അവിടെ കൂടുതലും ബീച്ചും പൂളും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കണ്ടായിരുന്നത്. പിന്നെ ബീച്ചിൽ പോയപ്പോഴൊന്നും അങ്ങനെ ഫോൺ എടുക്കലോ വീഡിയോ എടുക്കലോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ സെറ്റായി. എന്തായാലും ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഇവിടുന്ന് ട്രെയിൻ എടുത്ത് നമ്മൾ വീട്ടിൽ പോകാൻ പ്രത്യേകിച്ച് വേണ്ടിയൊന്നുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.